നിങ്ങളുടെ ആത്മീയ ശരീരത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1 കൊറിന്ത്യൻസ് അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എല്ലാ ശരീരവും ഒന്നുപോലെയല്ല, മനുഷ്യരുടേത് ഒന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഒരു വചനത്തിൻ്റെ ആദ്യ ഭാഗത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റെവലേഷൻ എന്ന് പറയുന്നത്, വ്യത്യസ്ത തരത്തിലുള്ള ശരീരങ്ങളുണ്ട്. ഭൗതിക ശരീരങ്ങളുണ്ട്, ആത്മീയ ശരീരങ്ങളുമുണ്ട്. ഇനി രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത്, ഓരോ ശരീരത്തിൻ്റെയും മഹത്വത്തിന് വ്യത്യാസമുണ്ട്. അതൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് സൂര്യനെക്കുറിച്ച് പറയുന്നു, ചന്ദ്രനെക്കുറിച്ച് പറയുന്നു, നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നു. ഇവർക്കെല്ലാം തേജസ്സിൽ വ്യത്യാസമുണ്ട്. എന്നിട്ട് പറയുന്നു, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ദൈവമക്കളുടെ ഇടയിലും ദൈവമക്കളുടെ മഹത്വത്തിന് തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. എൻ്റെ മഹത്വമല്ല നിങ്ങളുടെ മഹത്വം, നിങ്ങളുടെ മഹത്വമല്ല മറ്റൊരു വ്യക്തിയുടെ മഹത്വം. വ്യത്യസ്ത മഹത്വങ്ങളാണ് ഓരോ വ്യക്തികൾക്കും ഓരോ ആത്മീയ വ്യക്തികൾക്കും ഉള്ളത് എന്ന് നമുക്ക് ഈ വചനത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആത്മാവിന് ഒരു ആത്മീയ ശരീരമുണ്ട്. എവറി സ്പിരിറ്റ് ഹാസ് എ സ്പിരിച്വൽ ബോഡി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ദുരാത്മാക്കൾക്ക് എന്തുണ്ട്? ഒരു സ്പിരിച്വൽ ബോഡിയുണ്ട്. വീണദൂതന്മാർക്ക്, ഫോളൻ ഏഞ്ചൽസിന് എന്തുണ്ട്? ഒരു സ്പിരിച്വൽ ബോഡിയുണ്ട്. ദൈവിക ദൂതന്മാർക്ക് എന്തുണ്ട്? ഒരു സ്പിരിച്വൽ ബോഡിയുണ്ട്. എല്ലാ സ്പിരിറ്റുകൾക്കും എന്തുണ്ട്? ഒരു ആത്മീയ ശരീരമുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആത്മാവിനും നിങ്ങളുടെ ആത്മാവിനും എന്തുണ്ട്? ഒരു ആത്മീയ ശരീരമുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ആ ആത്മീയ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, യുവർ സ്പിരിച്വൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പിരിച്വൽ കമ്പോണൻസ്. നമ്മുടെ ആത്മീയ ശരീരം ആത്മീയ കമ്പോണൻസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഭൗതിക ശരീരം എവിടെ നിന്ന് വന്നു? മണ്ണിൽ നിന്ന് വന്നു. പൊടിയെടുത്ത്, ഭൂമിയിലെ പൊടിയെടുത്ത് ദൈവം നമ്മുടെ ഭൗതിക ശരീരത്തെ മെനഞ്ഞെങ്കിൽ, നമ്മുടെ ആത്മീയ ശരീരം ആത്മീയ കമ്പോണൻസ് കൊണ്ടാണ്, ആത്മീയ പദാർത്ഥങ്ങൾ കൊണ്ടാണ് നമ്മുടെ ആത്മീയ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മാവെന്ന് പറയുന്നത് ഒരു തീയോ പുകയോ അല്ല. ആത്മാവിൽ ഒരു ആത്മീയ ശരീരമുണ്ട്. രണ്ട്, ആത്മീയ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് സ്പിരിച്വൽ കമ്പോണൻസ് കൊണ്ടാണ്. ഫിസിക്കൽ കമ്പോണൻസ് ഉണ്ടെങ്കിൽ, ഭൗതിക കമ്പോണൻസ് ഉണ്ടെങ്കിൽ, ആത്മീയ കമ്പോണൻസും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സ്പിരിറ്റിനെ ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമതായി നമ്മുടെ സ്പിരിറ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആത്മാവ് അത് നെയ്ക്കഡ് അല്ല. സ്പിരിച്വൽ ബോഡി ഈസ് നോട്ട് നെയ്ക്കഡ്. അതിനാധാരമായിട്ട് നമുക്കൊരു വാക്യം എടുക്കാം. യെശയ്യാ 61-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ഇപ്പം ചില ആൾക്കാർ ആത്മാവെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഞാൻ ആവർത്തിച്ച് ഈ മിനിസ്ട്രിയിലൂടെ പറയുന്നൊരു കാര്യമാണ്, ശുശ്രൂഷയുടെ തലത്തിലും ആത്മീയമായിട്ടും ഉയരണമെങ്കിൽ സ്പിരിറ്റ് കോൺഷ്യൻസിൽ നടക്കണം. ഞാൻ ആത്മീയനാണെന്നുള്ള ബോധത്തിൽ നടക്കണം. എങ്കിൽ മാത്രമേ ശരിക്കും ആത്മീയ തലങ്ങളിലുള്ള ശക്തി നമ്മുടെ ലൈഫിനകത്ത് മാനിഫെസ്റ്റഡ് ആകത്തുള്ളൂ. നമ്മുടെ എല്ലാ അധികാരവും ശക്തിയും എന്താണ്? ആത്മീയ ശക്തിയാണ്. ശരിക്കും സ്പിരിച്വൽ പവറാണ്. ശരിക്കും ആത്മീയ ശക്തി കൊണ്ട് ഭൗതിക ലോകത്തെ കീഴടക്കേണ്ടവരാണ് നമ്മൾ. ദേഹിയുടെ മണ്ഡലത്തിലല്ല നമ്മൾ നടക്കേണ്ടത്, മറിച്ച് ആത്മാവിൻ്റെ മണ്ഡലത്തിലാണ് നടക്കേണ്ടത്. സ്പിരിച്വൽ റലത്തിൻ്റെ കോൺഷ്യൻസിലാണ് നമ്മൾ നടക്കേണ്ടത്. അപ്പോൾ എത്രമാത്രം ആത്മീയനാണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നു, അത്ര കണ്ട് ആത്മീയ ശക്തി ഭൗതിക ലോകത്തിൽ വെളിപ്പെടും. അപ്പം നിങ്ങളുടെ ആത്മാവെന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡെഫിനിറ്റ് സ്ട്രക്ചർ. അത് ദൈവം സ്പിരിച്വൽ കമ്പോണൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ആത്മാവിനെക്കുറിച്ച് അറിയേണ്ടത്, യുവർ സ്പിരിച്വൽ ബോഡി ഈസ് നോട്ട് നേക്കഡ്. നിങ്ങളുടെ ആത്മീയ ശരീരം നഗ്നമല്ല. അപ്പം നഗ്നമല്ലെങ്കിൽ എൻ്റെ ആത്മീയ ശരീരത്തിൽ എന്താണുള്ളത്? അതിനാധാരമായിട്ട് നമുക്ക് യെശയ്യാ 61-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമൊന്ന് പരിശോധിക്കാം. അവിടെ ഇപ്രകാരം പറയുന്നു, ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാലിന്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരുവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന സമയത്ത് ഇവിടെ വചനം പറയുകയാണ്, അവനെ എന്താണ്? ദൈവം രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുന്നു. ഉടയാടകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രങ്ങൾ, രക്ഷയുടെ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. അപ്പം നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച സമയത്ത് നിങ്ങളുടെ ഏത് ഭാഗത്താണ് രക്ഷയുടെ വസ്ത്രം അണിയിക്കപ്പെട്ടത്? ആത്മാവിലാണ്. ശരിക്കും ആത്മാവിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നത്. ആത്മീയ തലത്തിൽ നിങ്ങളുടെ ആത്മാവിനെ എന്താണ്? രക്ഷയുടെ ഉടയാടകൾ കൊണ്ട് ധരിപ്പിച്ചു. പരിശുദ്ധാത്മാവ് വന്ന് രക്ഷയുടെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അതുമാത്രമല്ല, എന്ത് ചെയ്തു? നീതിയുടെ മേലങ്കി അണിയിച്ചു. ദ റോബ് ഓഫ് റൈറ്റസ്നെസ്.
2 കാര്യങ്ങൾ ഞാൻ വീണ്ടും ജനിച്ച സമയത്ത് എൻ്റെ ആത്മാവിൽ സംഭവിച്ചു. അനേകം കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷേ എൻ്റെ ആത്മീയ ശരീരത്തിൽ എന്ത് സംഭവിച്ചു? രക്ഷയുടെ ഉടയാടകൾ പരിശുദ്ധാത്മാവ് അണിയിച്ചു, നീതിയുടെ മേലങ്കി അണിയിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ആത്മീയ ശരീരം നഗ്നമല്ല എന്ന് പറയാനുള്ള കാര്യം. നമ്മുടെ ആത്മീയ ശരീരത്തിൽ വസ്ത്രമുണ്ട്, നമ്മുടെ ആത്മീയ ശരീരത്തിൽ മേലങ്കി അണിയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇംഗ്ലീഷിൽ പറയുന്നത് ദ ഗാർമെൻറ്റ് ഓഫ് സാൽവേഷൻ ആൻഡ് റോബ് ഓഫ് റൈറ്റസ്നെസ്. ഇത് രണ്ടും നമ്മുടെ ആത്മാവിൽ സംഭവിച്ച കാര്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു, യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മുടെ ആത്മാവിനെ കഴുകി, ജീവജലം കൊണ്ട് നമ്മളെ കഴുകി, എന്നിട്ട് എന്ത് ചെയ്തു? രക്ഷയുടെ ഉടയാടകൾ അണിയിപ്പിച്ചു, നീതിയുടെ മേലങ്കി നമ്മുടെ മേൽ ധരിപ്പിച്ചു. ഈ സംഭവമാണ് ശരിക്കും റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യേശുവിനെ ഒരു വ്യക്തി അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ, നമുക്കറിയാം പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുമ്പോൾ എല്ലാം എന്താണ്? പുതിയതാവുകയാണ്. ആത്മാവ് പുതിയതാവുകയാണ്. ആത്മാവിൻ്റെ മേൽ കടന്നു വരുന്ന ഉടയാടകൾ, വസ്ത്രങ്ങളെല്ലാം ആ ആത്മാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ശരിക്കും. നിങ്ങൾക്കറിയാമോ, ഒരു വ്യക്തി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ആ വ്യക്തിക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുകയോ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടില്ല. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന സമയത്ത് യുവർ സ്പിരിച്വൽ ബോഡി വാസ് വാഷ്ഡ് ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ രക്തം നമ്മളെ കഴുകി എന്ന് പറയുമ്പോൾ, യേശുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ, എവിടമാണ് ശുദ്ധീകരിക്കപ്പെട്ടത്? നമ്മുടെ അകത്തെ മനുഷ്യൻ, ആത്മാവിൽ. നമ്മൾ ആരെങ്കിലും അത് കണ്ടോ? ഹല്ലേലൂയ, ഇല്ല. പക്ഷെ അത് റിയലായിട്ട് സംഭവിച്ചു, അല്ലേ? അതാ പറഞ്ഞ്, നമ്മൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട് ജീവിക്കുന്നവരല്ല, മറിച്ച് എന്താണ്? അകത്തെ കണ്ണുകൾ കൊണ്ട് കണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ അകത്തെ മനുഷ്യനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി. നമ്മുടെ അകത്തെ മനുഷ്യൻ കറപുരണ്ട മനുഷ്യനായിരുന്നു, അന്ധകാരത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ ആ മനുഷ്യനിലേക്ക് യേശുവേ എന്ന് വിളിച്ചപ്പോൾ, അങ്ങേ ഞാൻ എൻ്റെ രാജാവായി, രക്ഷിതാവായി, ദൈവമായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വർഗീയ വാതിലുകൾ തുറക്കപ്പെട്ടു, സ്വർഗീയ പോർട്ടലുകൾ തുറക്കപ്പെട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി നിങ്ങളുടെ മേൽ. ഇറങ്ങിയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? നിങ്ങളുടെ ആത്മാവിൽ അകത്ത മനുഷ്യനെ യേശുവിൻ്റെ നിർമ്മല രക്തം കൊണ്ട് കഴുകി. പിന്നെ രണ്ടാമതൊരു പ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്തു, ജീവജലം കൊണ്ട് കഴുകി, ദ ലിവിങ് വാട്ടർ. നമുക്ക് എടുക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പര കൂട്ടായ്മ ഉണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്, ഹിസ് ബ്ലഡ്, ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹിസ് സൺ ക്ലെൻസസ് അസ് ഫ്രം ഓൾ സിൻ എന്ന് പറയുന്നത്. ക്ലെൻസസ് എന്ന് പറഞ്ഞാൽ കഴുകുകയാണ്, അകത്തെ മനുഷ്യനെ കഴുകുകയാണ്. യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുകയാണ്. കഴുകേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അകത്തെ മനുഷ്യൻ പാപം ചെയ്ത മനുഷ്യനാണ്. അകത്തെ മനുഷ്യൻ കറ പുരണ്ട രീതിയിലുള്ളൊരു മനുഷ്യനാണ്. അകത്തെ മനുഷ്യൻ അന്ധകാരത്തിനകത്ത് നിൽക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനെ യേശുവേ എന്ന് വിളിച്ച സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രക്തമൊഴുക്കി, ഹല്ലേലൂയ, കഴുകി. ആ യേശുവിൻ്റെ നിലവിളിക്കുന്ന, സംസാരിക്കുന്ന വിശുദ്ധ രക്തം, അതിവിശുദ്ധ രക്തം, നിർമ്മല രക്തം, തിരുരക്തം, ആ രക്തം അകത്ത മനുഷ്യനെ വന്ന് കഴുകി വെണ്മയുള്ളതാക്കി മാറ്റി. ക്ലെൻസിങ് എന്ന് പറയുന്ന വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കാത്തറോസ് എന്ന് പറയുന്ന വാക്കാണ്. KATHAROS. കാത്തറോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് ശരിക്കും ക്ലെൻസിങ് അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക എന്ന മലയാളം വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മേക്ക് ക്ലീൻ, റിമൂവ് ദ ഫിൽത്ത് എന്നാണ് ശരിക്കും. ചെളി കഴുകിക്കളയുക അല്ലെങ്കിൽ വൃത്തിയാക്കുക. അപ്പോൾ വൃത്തിയാക്കണമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ എന്താണ്? വൃത്തികെട്ടതായിരുന്നു ശരിക്കും. ആ ചെളി മാറ്റിക്കളയണമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യനിൽ എന്താണ്? ചെളി പുരണ്ടിരുന്നു. വെളിപ്പാട് 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ഹി വാഷ്ഡ് അസ് ഫ്രം അവർ സിൻസ് ഇൻ ഹിസ് ഓൺ ബ്ലഡ് എന്ന് പറഞ്ഞ് ആ വാക്ക് പറഞ്ഞേ. വാഷ്ഡ് അസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഷർട്ടിൽ, നമ്മുടെ വസ്ത്രങ്ങളിലുള്ള കറയെ അല്ലേ, അല്ലെങ്കിൽ കളങ്കത്തെ വാഷിംഗ് മെഷീൻ എന്താണ്? ശുദ്ധീകരിക്കുകയാണ്, വാഷ് ചെയ്ത് അത് പ്യൂരിഫൈ ചെയ്യുകയാണ്. അതുപോലെ വെളിപ്പാട് 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിൻ്റെ രക്തം നമ്മളെ വാഷ് ചെയ്തു. ഏത് മനുഷ്യനെയാണ് വാഷ് ചെയ്തത്? നമ്മുടെ അകത്ത മനുഷ്യനെയാണ് വാഷ് ചെയ്തത്, നമ്മുടെ ആത്മാവിനെയാണ് വാഷ് ചെയ്തത്. അവിടെയുള്ള ചെളി, കറ, കളങ്കമെല്ലാം ആ തിരു രക്തത്താൽ കർത്താവ് കഴുകി, തൻ്റെ ജീവജലം കൊണ്ട് കഴുകി നമ്മളെ വെണ്മയുള്ളതാക്കി മാറ്റി. ഇനി നമ്മൾ വീണ്ടും ജനിച്ച സമയത്ത് സംഭവിച്ച രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിലേക്ക് പ്രവേശിച്ചു. അപ്പം എൻ്റെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. മറ്റൊരു വാക്കി പറഞ്ഞാൽ, മൈ സ്പിരിറ്റ്
ആൻഡ് ഹോളി സ്പിരിറ്റ് മിക്സ്ഡ് ടുഗദർ. ഒന്ന് പറഞ്ഞ ആ വാക്കെന്ന് പറഞ്ഞേ, എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ മിക്സ് ചെയ്തു. ഒരു പുരുഷനും സ്ത്രീയും ഒരു സെക്ഷുവൽ ആക്റ്റിൽ കൂടെ ഒന്നാകുന്നു എന്ന് ദൈവവചനം പറയുന്നു അല്ലേ. ഒരു പുരുഷനും സ്ത്രീയും ശരീരം പങ്കിടുമ്പോൾ അവരൊറ്റ ശരീരമായി മാറുന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും മിക്സ് ചെയ്ത് ഒറ്റ ആത്മാവായി മാറി. ഇതാണ് ശരിക്കും പുതിയ സൃഷ്ടിയായി എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. എൻ്റെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നു, ഒറ്റ ആത്മാവായി മാറുകയാണ്. അപ്പോൾ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ 2 കളറുകൾ നമ്മൾ മിക്സ് ചെയ്ത് പുതിയൊരു കളർ ഉണ്ടാക്കുന്നത് പോലെ. നമുക്കറിയാം, ബ്ലാക്ക് കളറും വൈറ്റ് കളറും മിക്സ് ചെയ്താൽ ഗ്രേ കളർ ഉണ്ടാവും അല്ലേ. ഓറഞ്ച് പെയിൻറ്റ്, നിങ്ങൾ വീട്ടിൽ വീട് പെയിൻ്റ് അടിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ. പെയിൻറ്റേഴ്സ് വരുമ്പോൾ അവരോട് ചോദിക്കണം, ഓറഞ്ച് കളറിലുള്ള പെയിൻറ്റും പച്ച കളറിലുള്ള പെയിൻറ്റും കൂടെ മിക്സ് ചെയ്താൽ എന്ത് സംഭവിക്കും? ബ്രൗൺ കളറിലുള്ള പെയിൻറ്റ് കിട്ടും, പുതിയൊരു കളറ് കിട്ടും. 2 പെയിൻറ്റുകൾ മിക്സ് ചെയ്യുമ്പോൾ പുതിയൊരു കളറ് കിട്ടുന്നത് പോലെ എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ മിക്സ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? എ ന്യൂ ക്രിയേഷൻ, പുതിയ ഒരു സൃഷ്ടി. അതിനെക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ശരിക്കും: തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. ആ മലയാളം വാക്കിനേക്കാൾ, ആ വചനത്തെക്കാൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച അടുത്ത വാക്യം, എ കൈൻഡ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ് ഓഫ് ഹിസ് ക്രീച്ചേഴ്സ്. അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വാക്യം എ കൈൻഡ് ഓഫ് എന്ന് പറയുന്ന ആ വാക്കാണ്. എന്താണ് എ കൈൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ? ഇതുവരെ പ്രപഞ്ചത്തിൽ ഉടലെടുക്കാത്ത ഒരു പുതിയ ക്രിയേഷൻ. ഇതിനു മുമ്പ് പഴയ നിയമത്തിൽ ഈ ഒരു സംഭവമില്ല ശരിക്കും. ദൈവത്തിൻ്റെ ആത്മാവും മനുഷ്യൻ്റെ ആത്മാവും തമ്മിൽ മിക്സായി പുതിയ ക്രിയേഷൻ ആകുന്നത് പുതിയ നിയമസഭയുടെ പ്രിവിലേജാണ്. ഞാനും നിങ്ങളും ആ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വലിയ പ്രവൃത്തിയുടെ മഹത്വത്താൽ നമ്മളൊരു പുതിയ ബ്രീഡാണ് ശരിക്കും. വി ആർ ടോട്ടലി ഡിഫറെൻറ്റ് ബ്രീഡ്, എ ന്യൂ ക്രിയേഷൻ. അതിന് അപ്പോസ്തലനായ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ആദ്യ ഫലമാകേണ്ടതെന്ന് മലയാളത്തിൽ പറയുന്നെങ്കിലും ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് എ കൈൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു തരം, ഫസ്റ്റ് ഫ്രൂട്ട്സ്. ഫസ്റ്റ് ഫ്രൂട്ട്സ് എന്ന് പറയാനുള്ള കാര്യം എന്താണ്? ഇതിനു മുമ്പ് അങ്ങനെ ഒരു ക്രിയേഷൻ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് മനുഷ്യ ഹിസ്റ്ററിയിൽ ദൈവത്തിൻ്റെ ആത്മാവും മനുഷ്യൻ്റെ ആത്മാവും മിക്സ് ചെയ്ത് പുതിയൊരു ക്രിയേഷൻ ഉണ്ടായിട്ടില്ല. ആ ഒരു പ്രിവിലേജ്, ആ ഒരു വലിയ മഹത്വം പ്രിയപ്പെട്ട ദൈവമക്കളെ എനിക്കും നിങ്ങൾക്കും ഇന്ന് നമ്മൾ ഈ ഒരു ഡിസ്പെൻസേഷനിൽ പുതിയ നിയമസഭയിൽ ജീവിക്കുന്നത് മുഖാന്തരം എനിക്കും നിങ്ങൾക്കും ദൈവം ദാനമായി നൽകിയതാണ്. വി ആർ ദ സൺസ് ഓഫ് ഗാഡ്, ദൈവപുത്രന്മാരും പുത്രിമാരും. എ പുതിയ ക്രിയേഷൻ, എ ന്യൂ ക്രിയേഷൻ. ഒരു പെയിൻറ്റ് മറ്റൊരു പെയിൻറ്റിനോട് മിക്സ് ചെയ്ത് പുതിയൊരു പെയിൻറ്റ് ഉണ്ടാകുന്നത് പോലെ എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മിക്സ് ചെയ്ത് പ്രപഞ്ചത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു പുതിയ ക്രിയേഷൻ, എ ന്യൂ ക്രിയേഷൻ, സൺസ് ഓഫ് ഗാഡ്. ഈ ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തലിന് വേണ്ടിയാണ് ശരിക്കും പ്രപഞ്ചം മുഴുവൻ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യു ആർ എ ന്യൂ ക്രിയേഷൻ. ഈ പ്രപഞ്ചത്തിൽ ദ കൈൻഡ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ്, ഇതുവരെ ഉടലെടുക്കാത്ത പുതിയൊരു ബ്രീഡ്, പുതിയൊരു സൃഷ്ടി. ഹല്ലേലൂയ, വി ആർ ദാറ്റ് ക്രിയേഷൻ. നമ്മളാണ് ആ ക്രിയേഷൻ. ഇനി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സമയത്ത് മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, യു വെ ക്ലോത്തഡ് വിത്ത് ദ ഗാർമെൻറ്റ് ഓഫ് സാൽവേഷൻ ആൻഡ് ദ റോബ് ഓഫ് റൈറ്റസ്നെസ്. അത് എന്താണ്? രക്ഷയുടെ വസ്ത്രം ആ പുതിയ ക്രിയേഷൻ്റെ മേൽ ധരിപ്പിക്കപ്പെട്ടു. നീതിയുടെ അങ്കി ആ പുതിയ ക്രിയേഷൻ്റെ മേൽ ദൈവം ധരിപ്പിച്ചു. ഈ രക്ഷയുടെ ഉടയാടകളും നീതിയുടെ അങ്കിയും നമ്മൾ തോന്നിവാസം ജീവിച്ചാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ മേൽ കറ പിടിക്കും. വിശുദ്ധിയോടെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകം എന്ന് പറയുന്നത് ഇതൊരു ഇലൂഷനാണ് ശരിക്കും. സാത്താൻ നിയന്ത്രിക്കുന്ന, സാത്താൻ്റെ ഓപ്പറേഷൻസ് ആക്റ്റീവായിട്ടുള്ള തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെന്താണ്? വലിയ വിശുദ്ധിയോടും ദൈവഭയത്തോടും ഭക്തിയോടും ജീവിക്കേണ്ട ഒരു വ്യക്തികളാണ്. അപ്പം നമ്മൾ തെറ്റായ രീതിയിൽ ജീവിച്ചാൽ നമ്മുടെ ആ അകത്തെ വസ്ത്രമുണ്ടല്ലോ അത് മലിനമാക്കപ്പെടും. അതിനെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ യേശു കർത്താവ് തന്നെ പറയുന്നത് എന്താണ്? എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവരായി കുറേ പേർ സാർദീസിൽ നിനക്കുണ്ട് എന്ന് പറഞ്ഞാൽ വസ്ത്രം മലിനമാക്കിയവരുമുണ്ട്.
ഏത് വസ്ത്രത്തെക്കുറിച്ച് യേശു കർത്താവ് പറയുന്നത്? ആത്മാവിൽ അണിയിക്കപ്പെട്ട രക്ഷയുടെ വസ്ത്രങ്ങൾ, നീതിയുടെ അങ്കി. അതെന്താണ്? മലിനമാക്കപ്പെടാൻ സാധിക്കും. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങനെ മലിനമാക്കപ്പെടാതെ ജീവിക്കുന്നവരായി നമ്മൾ ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം അങ്ങനെ മലിനമാക്കപ്പെട്ടാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പുതിയ നിയമസഭയിൽ യേശു കർത്താവിൻ്റെ വലിയ കൃപ നമുക്ക് അവൈലബിൾ ആണ്. അതെന്താണ്? യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ രക്ഷയുടെ വസ്ത്രങ്ങളെ കഴുകാൻ സാധിക്കും. ഇനിയും അങ്ങനെ ഈ വസ്ത്രങ്ങൾ മലിനമാക്കപ്പെടുമോ? നമുക്ക് മറ്റൊരു വാക്യം കൂടെ പരിശോധിക്കാം. സക്കറിയ പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1, 2, 3, 4 വാക്യങ്ങളൊന്ന് പരിശോധിച്ചേ. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുൻപിൽ നിൽക്കുന്നതും എന്നൊക്കെ നമുക്ക് ആ ഭാഗം കാണാൻ സാധിക്കും. ഞാൻ ഓടിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 3-ാമത്തെ വാക്യം നിങ്ങൾ പോയി ഈ വിശുദ്ധ ബൈബിൾ എടുത്ത് സക്കറിയ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. അവിടെ പറയുന്നു, ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഏത് വസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്? ജോഷുവ എന്ന് പറയുന്നത് പ്രധാന പുരോഹിതനാണ്. അപ്പോൾ പ്രധാന പുരോഹിതൻ്റെ വസ്ത്രം മുഴുവൻ ഈ ശരീരത്തിലിടുന്ന വസ്ത്രം മുഴുവൻ കറ പുരണ്ട് നിൽക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ജോഷുവ എന്ന് പറയുന്ന പ്രധാന പുരോഹിതൻ്റെ അകത്തൊരു വസ്ത്രമുണ്ട്, ആത്മാവിൽ. കാരണം പ്രധാന പുരോഹിതൻ്റെ ഓഫീസിൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ജോഷുവ. അപ്പം അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ പഴയ നിയമ വ്യവസ്ഥ അനുസരിച്ച് ജോഷുവയുടെ ആത്മാവിൽ എന്താണ്? ഒരു വസ്ത്രം അണിയിക്കപ്പെടും. അപ്പം ഇവിടെ പറയുകയാണ്, ആ ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ വസ്ത്രം ഏതാണ്? ആത്മാവിൽ അണിയിക്കപ്പെടുന്ന വസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. തൻ്റെ മുൻപിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. അത് ശരീരത്തിൽ അണിയിക്കപ്പെട്ട വസ്ത്രത്തെക്കുറിച്ചല്ല പറയുന്നത്. ദൂതൻ മാറ്റുന്നത് എന്താണ്? അകത്ത വസ്ത്രമാണ് ശരിക്കും. ജോഷുവ എന്ന് പറയുന്ന പ്രധാന പുരോഹിതൻ്റെ ആത്മാവിൽ അണിയിക്കപ്പെട്ട വസ്ത്രം അത് അഴുക്ക് പിടിക്കാൻ സാധിക്കും. നമുക്കിന്നുള്ള ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് യേശുവിൻ്റെ കൃപയുടെ സിംഹാസനത്തിൻ്റെ മുൻപിലേക്ക് ഓടി വന്നിട്ട്, അപ്പാ ഞാൻ തെറ്റിപ്പോയി, അപ്പാ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രക്തം, പരിശുദ്ധാത്മാവ് വീണ്ടും ഉപയോഗിച്ച് നിങ്ങളുടെ രക്ഷയുടെ വസ്ത്രത്തെ കഴുകി വെണ്മയുള്ളതാക്കി മാറ്റും. ഇതാണ് ശരിക്കും അപ്പസ്തോലനായ യോഹന്നാൻ അതിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങളിൽ പറയുന്നത്, എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്ന വാക്ക് ക്ലെൻസസ് എന്ന് പറയുന്ന വാക്കാണ്. കാത്തറോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡാണ് ശരിക്കും. അപ്പോൾ എവിടമാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്? ആത്മാവിൽ അണിയിക്കപ്പെട്ട നീതിയുടെ വസ്ത്രം അല്ലെങ്കിൽ രക്ഷയുടെ വസ്ത്രം, നീതിയുടെ അങ്കി. അത് കളങ്കം പെടുമ്പോൾ അത് ഡെയിലി ലൈഫിൽ, ക്രിസ്ത്യൻ ലൈഫിനകത്ത് എന്താണ്? നമ്മൾ യേശുവിൻ്റെ മുമ്പിൽ കൺഫസ് ചെയ്യുമ്പോൾ, യേശുവിനോട് പറയുമ്പോൾ, പറയുമ്പോൾ, പ്രാർത്ഥനാ മുറിയിലിരുന്ന് അപ്പ തെറ്റിപ്പോയെന്ന് പറയുമ്പോൾ വീണ്ടും കൃപയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശു കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ രക്തം ഉപയോഗിച്ച് നമ്മുടെ അകത്തെ ആത്മാവിൽ അണിയിച്ച വസ്ത്രത്തെ എന്ത് ചെയ്യും? വീണ്ടും കഴുകി വെണ്മയുള്ളതാക്കി മാറ്റും. ഇതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ടാണ് ശരിക്കും ഒരു ഡെയിലി റിപ്പൻറ്റഡ് ലൈഫ്, ഹൃദയത്തെ പരിശോധിക്കുന്ന ഒരു സ്വഭാവം ക്രിസ്തീയ ജീവിതത്തിനകത്ത് വളരെ അത്യാവശ്യമാണ്. ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തികളല്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് തെറ്റുകൾ പറ്റും, അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ വീണു പോകും. ഹല്ലേലൂയ. പക്ഷെ നമുക്കിന്നുള്ള പ്രത്യാശ, അതുകൊണ്ടാണ് പറയുന്നത്, സുവിശേഷത്തെ വിളിക്കുന്നത് ബ്ലെസ്സഡ് ഹോപ്പ് എന്നാണ് വിളിക്കുന്നത്. അനുഗ്രഹീതമായ ഒരു പ്രത്യാശയാണ് യേശു കർത്താവ് കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി ചെയ്തത്. യേശുവേ എന്ന് വിളിക്കുമ്പോൾ, തെറ്റിപ്പോയെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും ആ യേശുവിൻ്റെ രക്തമെടുത്ത് അകത്ത മനുഷ്യനെ എന്ത് ചെയ്യുന്നു? കഴുകി വെണ്മയുള്ളതാക്കി വീണ്ടും റീസ്റ്റോർ ചെയ്ത് യേശുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന, യേശുവിന് വിവാഹം കഴിക്കാൻ പറ്റുന്ന മണവാട്ടിയായി നമ്മളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും എടുക്കാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളൊന്ന് പരിശോധിക്കാം. അകത്ത മനുഷ്യനിൽ അണിയിക്കപ്പെട്ട ആത്മാവിൻ്റെ വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾ കളങ്കം പ്രാപിക്കുമോ അല്ലെങ്കിൽ അതിന് കളങ്കം പറ്റുമോ എന്ന് വീണ്ടും നമുക്ക് പരിശോധിക്കാം. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് പറഞ്ഞു, വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവിടെ ഈ വെള്ളയങ്കി എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ അണിയപ്പെട്ട വെള്ള അങ്കിയെക്കുറിച്ചല്ല പറയുന്നത്. അകത്ത മനുഷ്യനിൽ വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ് എന്ന് ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ ചോദിക്കുകയാണ്. ഇവർ എവിടെ നിന്ന് വരുന്നു? അപ്പം ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ അങ്ങേക്കറിയാമല്ലോ, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ എന്ന് പറഞ്ഞാൽ ഈ ട്രിബുലേഷൻ്റെ പീരീഡിൽ ആ ഞെരുക്കത്തിനകത്ത് യേശുവിനെ വിശ്വസ്തയോടെ സാക്ഷീകരിച്ച് യേശുവിൻ്റെ നാമത്തിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് നിന്ന് വന്ന വ്യക്തികളെക്കുറിച്ച് പറയുകയാണ്. ഇവരാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ.
ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഇവരാണ് എന്താണ്? കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അപ്പം കുഞ്ഞാടിൻ്റെ രക്തത്തിന് ഏത് വസ്ത്രത്തെയാണ് കഴുകുന്നത്? ആത്മാവിൽ അണിയിക്കപ്പെട്ട വസ്ത്രത്തെ. നിങ്ങളുടെ ആത്മാവിൽ രക്ഷയുടെ ഒരു വസ്ത്രമുണ്ട്, നീതിയുടെ ഒരു അങ്കിയുണ്ട്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ അത് ചെളി പിടിച്ചാൽ അത് കഴുകപ്പെടാൻ സാധിക്കും. എപ്പോഴെങ്ങനെയാണ്? ശരിക്കും പാപങ്ങളേറ്റു പറഞ്ഞാൽ, യേശുവേ എന്ന് തെറ്റിപ്പോയെന്ന് പറയുമ്പോൾ എന്താണ്? കുഞ്ഞാടിൻ്റെ രക്തം തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അത് പോസിബിളാണ് ശരിക്കും. അതുകൊണ്ടാണ് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നത്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വസ്ത്രങ്ങൾ കഴുകി വെണ്മയുള്ളതാക്കി മാറ്റുന്നത് എപ്പോഴാണ്? അനുദിന പ്രാർത്ഥനാ ജീവിതത്തിൽ തെറ്റുകൾ പറ്റുമ്പോൾ യേശുവേ അപ്പ എനിക്ക് തെറ്റിപ്പോയി എന്ന് ഓപ്പൺ ഹാർട്ടോടുകൂടി, ഹൃദയ പരമാർത്ഥതയോടുകൂടി ആരൊക്കെ ഏറ്റു പറയുന്നു? പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ, നിങ്ങളത് പറയുമ്പോൾ തന്നെ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ ആത്മാവിന് മുകളിൽ ഒരു വാതിൽ തുറക്കപ്പെടുകയാണ്. ആ വാതിലൂടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നും യേശുവിൻ്റെ രക്തം കൊണ്ട് നിങ്ങളുടെ അകത്ത മനുഷ്യൻ്റെ വസ്ത്രത്തെ കഴുകി, എന്താണ്? കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കഴുകി അത് വീണ്ടും വെണ്മയുള്ളതാക്കി മാറ്റുകയാണ്. നമ്മുടെ അകത്ത മനുഷ്യനകത്ത് വസ്ത്രങ്ങൾ മാത്രമല്ല, നമ്മുടെ അകത്ത മനുഷ്യനകത്ത് ഓർണമെൻറ്റ്സ് ഉണ്ട്, പ്രഷ്യസ് സ്റ്റോൺസ് ഉണ്ട്. അതാണ് വീണ്ടും യെശയ്യാ 61 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ പറയുന്നത്. വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണ ഭൂഷിതയാകുന്നത് പോലെയും എന്ന് പറയുമ്പോൾ, ആസ് എ ബ്രൈഡ് ഗ്രൂം ഡെക്കറേറ്റ് ഹിംസെൽഫ് വിത്ത് ഓർണമെൻറ്റ്സ് ആൻഡ് ദ ബ്രൈഡ് അഡോൺസ് ഹെർസെൽഫ് വിത്ത് ഹെർ ജുവൽസ്. ഒരു രാജാവിന് എന്തുണ്ട്? മോതിരമുണ്ട്, ഒരു രാജാവിന് ആഭരണങ്ങളുണ്ട്, രാജാവിന് കിരീടങ്ങളുണ്ട്. ഇതുപോലെ നമ്മുടെ അകത്ത മനുഷ്യനകത്ത് എന്തൊക്കെയുണ്ട്? കിരീടങ്ങളുണ്ട്, ആഭരണങ്ങളുണ്ട്, വസ്ത്രങ്ങളുണ്ട്, മോതിരങ്ങളുണ്ട്. ഇതെല്ലാം റിയലാണ്. ഇതിനാധാരമായിട്ട് എന്തെങ്കിലും വചനമുണ്ടോ? ഉണ്ട്. എസെക്കിയേൽ പ്രവചനം 28 അധ്യായം ലൂസിഫറിൻ്റെ ക്രിയേഷനെ കുറിച്ച് നമുക്കൊന്ന് കാണാം. അപ്പം ലൂസിഫർ എന്ന് പറയുന്ന ആരാണ്? ശരിക്കും ഒരു ആത്മാവാണ്. ഹീസ് എ സ്പിരിറ്റ്. അവൻ എന്തുണ്ട്? ഒരു ആത്മീയ ശരീരമുണ്ട്. അപ്പോൾ എസെക്കിയേൽ പ്രവചനം 28 അധ്യായത്തിനകത്ത് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു, നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. ശ്രദ്ധിച്ച അടുത്ത വാക്യം, മാണിക്യം, പുഷ്പരാഗം, സൂര്യകാന്തം, പത്മരാഗം, ചന്ദ്രകാന്തം, ഗോമേതകം, ഇന്ദ്രനീലം, വൈഡൂര്യം, മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു. നിങ്ങളുടെ അകത്ത മനുഷ്യനകത്ത് പ്രഷ്യസ് സ്റ്റോൺസ് ഉണ്ട്. നിങ്ങളുടെ അകത്ത മനുഷ്യനിലാണ് ശരിക്കും ആത്മാവിൻ്റെ വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, ആഭരണങ്ങൾ, കിരീടങ്ങൾ. ഇവിടെ ലൂസിഫറിൻ്റെ മേക്കിങ്ങിനെ കുറിച്ച് പറയുന്നതാണ്. ലൂസിഫർ ഇസ് എ സ്പിരിറ്റ് അല്ലേ? അവനൊരു ആത്മാവായ ഒരു ക്രിയേറ്റഡ് ബീയിങ് ആണല്ലേ? അവൻ്റെ ശരീരത്തെക്കുറിച്ച് പറയുകയാണ്. അവന് മാണിക്യമുണ്ട്, അവൻ്റെ ആത്മീയ ശരീരത്തിൽ പുഷ്പരാഗമുണ്ട്, സൂര്യകാന്തമുണ്ട്, പത്മരാഗമുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ മോതിരമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിലെ അധികാരത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള വ്യത്യസ്ത ഡയമണ്ടുകൾ, നിങ്ങൾക്കെല്ലാം ഡയമണ്ടുകൾ ലഭിക്കുന്നവരാണ് ശരിക്കും. നിങ്ങൾക്ക് സ്വപ്നത്തിനകത്ത് വെള്ള ഡയമണ്ട് കിട്ടിയവരുണ്ട്, പച്ച കളറിലുള്ള ഡയമണ്ട് കിട്ടിയവരുണ്ട്, ഗോൾഡൻ കളറിലുള്ള ഡയമണ്ട് ലഭിച്ചവരുണ്ട്, ബ്രൗൺ കളറിലുള്ള ഡയമണ്ട് ഉള്ളവരുണ്ട്. ഇതിൻ്റെ എല്ലാം അർത്ഥങ്ങൾ വ്യത്യാസമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് യേശു കർത്താവ് പുതിയ നിയമത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമ പറഞ്ഞപ്പോൾ ധൂർത്തപുത്രൻ മടങ്ങി വന്നല്ലേ? മടങ്ങി വന്ന സമയത്ത് അവിടെ പറയുകയാണ്, പിതാവ് അവനെ മേൽത്തരം വസ്ത്രം കൊണ്ട് ധരിപ്പിച്ചു. ആ മേൽത്തരം വസ്ത്രം ധരിപ്പിക്കുക എന്ന് പറയുമ്പോണ്ടല്ലോ, രക്ഷയെ സംബന്ധിക്കുന്ന ഷാഡോയാണത്. യേശു കർത്താവ് ഈ ഉപമ പറയുമ്പോൾ ചുമ്മാ ഏതെങ്കിലും ഒരുവൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് സംഭവിക്കുന്ന കാര്യമാണ് ശരിക്കും. പുതിയ നിയമസഭയിൽ ഏതെങ്കിലും ഒരു വ്യക്തി യേശുവിനെ തിരിച്ചറിഞ്ഞ് റിപ്പൻറ്റ് ചെയ്ത് പാപത്തെ വെറുത്തുപേക്ഷി വരുമ്പോൾ അവൻ്റെ അകത്ത മനുഷ്യനിൽ പിതാവ് ഒരു വസ്ത്രം ധരിപ്പിക്കുന്നു. അതിൻ്റെ ഷാഡോയായിട്ടാണ് ശരിക്കും യേശു ഇത് പറഞ്ഞത്. എന്നിട്ട് പറയണം, അവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിച്ചു. ഹല്ലേലൂയ. അപ്പം ഇതല്ല എന്തിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? പുതിയ നിയമസഭയിൽ പുതിയ സൃഷ്ടിയാകുന്ന ഓരോ മക്കളും, ഞാനും നിങ്ങളുമെല്ലാം പിതാവിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ അകത്ത മനുഷ്യനിൽ എന്താണ്? രക്ഷയുടെ വസ്ത്രങ്ങളും നീതിയുടെ അങ്കിയും ആഭരണങ്ങളും പ്രഷ്യസ് സ്റ്റോൺസും കിരീടങ്ങളും ഒക്കെ നമ്മളെ പിതാവ് അണിയിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യു ആർ സംതിങ് ഡിഫറെൻറ്റ്. പരിശുദ്ധാത്മാവും നിങ്ങളുടെ ആത്മാവും മിക്സ് ചെയ്ത് പുതിയൊരു ക്രിയേഷനാണ്. എ കൈൻഡ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ്. ആദ്യ ഫലമാകേണ്ടതിന് ലോകസ്ഥാപനം മുമ്പ് യേശു കർത്താവിൻ്റെ നാമത്തിൽ നിശ്ചയിക്കപ്പെട്ട, യേശു കർത്താവ് തിരഞ്ഞെടുത്ത
പ്രിയ പുത്രന്മാരും പുത്രിമാരുമാണിത്. അപ്പോൾ എത്രമാത്രം ദൈവത്തിന് പ്രീതികരമായ ഒരു ലൈഫായി നമ്മൾ നയിക്കുമ്പോൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക് നമ്മൾ എന്താണ് ഉയർത്തപ്പെടുകയാണ്, ക്രിസ്തുവിന് അനുരൂപരാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ ആത്മീയ തലങ്ങളിൽ അകത്ത മനുഷ്യൻ എന്താണ് രൂപാന്തരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആത്മാവിനകത്തല്ല ശക്തി ഇരിക്കുന്നത്, ആത്മാവിനകത്ത് കിരീടം ഇരിപ്പുണ്ട്, ശരിക്കും ആത്മാവിനകത്ത് മോതിരം ഇരിപ്പുണ്ട്. കർത്താവ് ഈ മിനിറ്റുകളിൽ പരിശുദ്ധാത്മാവ് കൂട്ടിവരുത്തിയ എല്ലാ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. അവരുടെ ശാരീരിക രോഗവിഷയങ്ങളെ ഇപ്പോൾ ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഉയർത്തുന്നു. യേശു കർത്താവിൻ്റെ അടിപ്പിണരാൽ ഉള്ള സൗഖ്യത്തെ ഇപ്പോൾ ആ മക്കളുടെ ശരീരത്തിലേക്ക് ഞാൻ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം ഈ മക്കളുടെ മേൽ തളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുമാകാൻ കൽപ്പിക്കുന്നു. കൂടോത്രത്തിൻ്റെ, ആഭിചാരത്തിൻ്റെ, മന്ത്രവാദത്തിൻ്റെ സ്പിരിറ്റുകളെ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മനസ്സുകളെ ടോർമെൻ്റ് ചെയ്യുന്ന, മനസ്സുകളെ കുരുടിപ്പിക്കുന്ന, മനസ്സിനകത്ത് ഹെവിനെസ്സുകളെ സൃഷ്ടിക്കുന്ന അന്ധകാര ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ഈ സമയത്ത് ഓരോ മക്കളെ സമർപ്പിക്കുന്നു. ഇവരുടെ ശരീരവും മനസ്സും ആത്മാവും തിരുരക്തത്താൽ പൊതിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിക്കോട്ടയ്ക്കകത്ത് എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.